കണ്ടില്ലേ, മഠത്തിൽ അടങ്ങി ഒതുങ്ങി കഴിയേണ്ടിരുന്ന സിസ്റ്റർ വിപ്ലവം ഉണ്ടാക്കാൻ ഇറങ്ങിട്ട് താന്തക്ക് തല്ലു വാങ്ങി കൊടുക്കുന്നത്. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് സംഭവിച്ച എന്താണെന്ന് നിങ്ങൾ അറിയണം. നീ ഒരു പുണ്ണാക്ക് പറയണ്ട. കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് സത്യം എന്താണെന്ന് നിങ്ങൾ ഒരാളെങ്കിലും ചോദിച്ചോ? എന്താണ് സത്യം? ആടെ സത്യം? അവന് പറയാനുള്ളതോടെ കേട്ടൂടെ? വേണം, എനിക്ക് പറയാനുള്ളതുകൂടി കേൾക്കണം. എന്താ ജോമോന് പറയാനുള്ളത്? പറയും. അനീജിനെ അന്വേഷിച്ച് ഞങ്ങൾ പോയ വഴിക്ക് അറിഞ്ഞ ചില സത്യങ്ങളുണ്ട്. നിങ്ങളെ വിളിക്കുന്നുണ്ട്, വരൂ. മദർ ഇവരാണ്. ഗുഡ് ഈവനിങ് മദർ. ഇരിക്കൂ. നിങ്ങൾ എവിടുന്നാ വരുന്നേ? എന്താ നിങ്ങൾക്ക് അറിയേണ്ടത്? ഞങ്ങൾക്കൊരു വിവരം അറിയണം. പറയൂ. ഈ ഫോട്ടോയിൽ കാണുന്ന കുട്ടി ഇവിടെ ഉണ്ടായിരുന്നാണോ? ഇത് നമ്മുടെ അല്ലല്ല, ഇങ്ങനെ ഒരു കുട്ടി ഇവിടെ ഇല്ല. അല്ല മദറെ, ഇത് നമ്മുടെ. ഈശോ, പുറത്തു പോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോളാം. ശരി. ഇങ്ങനെ ഒരു കുട്ടിയെക്കുറിച്ച് ഞങ്ങൾക്കൊന്നും അറിയില്ല. മറ്റൊന്നും ചോദിക്കാനില്ലെങ്കിൽ ദയവായി പോവാം. ഞങ്ങളുടെ വരവും സംസാരവും മദറിനെ അസ്വസ്ഥമാക്കുന്നുണ്ടല്ലേ? ഈ തിരുവസ്ത്രത്തോട് ബഹുമാനം ഉള്ളതുകൊണ്ട് പറയാ, ദയവായി പുറത്തു പോകണം. പക്ഷേ തിരിച്ചൊരു ബഹുമാനക്കുറവ് തോന്നുന്നുണ്ട് ഈ പെരുമാറ്റത്തോട്. ജസ്റ്റിന, മദറിന്റെ പെരുമാറ്റത്തിൽ എനിക്കെന്തോ സംശയമുണ്ട്. അത് ശരിയാ. പക്ഷേ രജിസ്റ്ററിൽ കുട്ടിയുടെ പേരില്ലല്ലോ. അതെ, അതാണ് എൻ്റെ സംശയം. നമുക്കിവിടെ മറ്റു ഓർഫനേജിലും കൂടെ ഒന്ന് അന്വേഷിച്ചാലോ? അനീജ് ഈ ഓർഫനേജിലാണെന്ന് നമുക്കറിയാവുന്ന കാര്യമല്ലേ, പിന്നെ മറ്റൊരു അന്വേഷണത്തിൻ്റെ ആവശ്യമുണ്ടോ? വാ, കയറ്, നോക്കാം. ഇനി എന്താ ചെയ്യാ? നമുക്ക് ഇവിടേക്ക് തന്നെ അന്വേഷിക്കാം. ഈ രാത്രിയിൽ എന്ത് ചെയ്യും? സ്റ്റേ ചെയ്യണം. എവിടെ? വല്ല ഹോട്ടലില്. നല്ല പുകിലായി. ഒരു കന്യാസ്ത്രീ വന്ന് ലോഡ്ജിൽ റൂം എടുത്ത് താമസിക്കുക. നിനക്കറിയാത്തോണ്ടാ. ഇവിടെ ആകാശം തന്നെ ഇടിഞ്ഞു വീഴും, പിന്നെ പ്രളയമായിരിക്കും. സോയ അങ്ങനെ പറഞ്ഞാ പിന്നെ ഞാനെന്ത് പറയാനാ? ചോമനൊന്നും പറയണ്ട, നിനക്കത് അറിയില്ല. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം നമ്മുടെ പക്ഷേ അനീജിനെ കണ്ടെത്തുകയെന്നാണ്. അതിനിവിടെ നിന്നേ പറ്റൂ. ഇയാളെ നമ്മള് ഓർഫനേജിൽ കണ്ട ആളല്ലേ? ആ ചേട്ടാ, ഒന്ന് നിന്നേ. ഈശോ ചേട്ടാ, 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 ചേട്ടാ നിന്നേ. ചേട്ടാ ഒന്ന് നിന്നേ. ചേട്ടാ, ചേട്ടൻ എന്തിനാ ഞങ്ങളെ കണ്ടിട്ട് ഓടുന്നേ? ചേട്ടൻ എന്തിനാ ഞങ്ങളെ കണ്ടിട്ട് ഓടിയേ? ഞാൻ ഓടിയില്ലല്ലോ. ചേട്ടാ എന്തിനിങ്ങനെ ഉരുട്ടി കളിക്കുന്നത്? മറക്കണ്ട, കാര്യം തുറന്നു പറഞ്ഞേക്ക്. ഈശോ എന്നല്ലേ പേര്? തമ്പുരാന്റെ പേരും വെച്ചിട്ട് ഇങ്ങനെ കള്ളത്തരം കാണിക്കില്ലല്ലേ ഈശോയെ? അത് നിങ്ങൾ സംശയിച്ച സത്യമാണ്. അനീജി ഓർഫനേജിലെ കുട്ടി തന്നെയാണ്. പക്ഷെ എന്തോ ചില ദുരൂഹതകൾ ഇതിൻ്റെ പിന്നിലുണ്ട്. എന്താണത്? അതറിയില്ല, പക്ഷേ ചിലതൊക്കെ എനിക്കറിയാം. എന്താണെങ്കിലും പറയൂ.
അതിനു മുമ്പ് നിങ്ങളൊരാളെക്കുറിച്ച് അറിയേണ്ടതുണ്ട്. ഫ്രാൻസിസ് മുളക്കൻ എന്ന വൈദികനെക്കുറിച്ച്. ഇതൊക്കെ മുൻപ് കണ്ടിട്ടുണ്ടോ? ആ, ഇതൊക്കെ നമ്മുടെ പൂർവികർ നിത്യേന ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളാ. ഇതിനൊക്കെ നമ്മുടെ സംസ്കാരവും ചരിത്രവും ഒക്കെയായിട്ട് വളരെയേറെ ബന്ധമുണ്ട്. ചിലതൊക്കെ കാണുമ്പോൾ നല്ല കൗതുകം തോന്നുന്നില്ലേ? അതുപോലെ ചിലതിലൊക്കെ വളരെ അത്ഭുതവും ഒളിഞ്ഞിരിപ്പുണ്ട്. അതൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. ആ, ഫാദർ. ടീച്ചറേ, ടീച്ചറെ സൂപ്പറായിട്ടുണ്ട്, കൊള്ളാം കേട്ടോ. അതെ ഫാദർ, ഇത്തവണ നമുക്ക് കുറച്ച് റെയർ കളക്ഷൻസ് കിട്ടിയിട്ടുണ്ട്. ആഹാ, ടീച്ചർ ഈ കളക്ഷനൊക്കെ എവിടുന്നാ സംഘടിപ്പിച്ചേ? അത് നമ്മുടെ സ്റ്റുഡൻസും PTA മെമ്പേഴ്സും എല്ലാവരും കൂടെ ഇനീഷ്യേറ്റീവ് എടുത്ത് സംഘടിപ്പിച്ചതാ. ഓ, ടീച്ചർ ഇപ്പോൾ ക്ലാസ് ഫ്രീ ആണോ? ആ, അതെല്ലോ. എനിക്ക് കുറച്ച് പർച്ചേസിംഗ് ഉണ്ട്. ടീച്ചറിന് കൂടെ വരുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? പിന്നെന്താ, വരാലോ ഫാദർ. ഇരിക്കൂ. തിരക്കൊന്നുമില്ലല്ലോ?
സഭാസ്ഥാനങ്ങളുടെ രക്ഷാധികാരി എന്ന പദവി ഉപയോഗിച്ച് പലരെയും തൻ്റെ വരുതിയിലാക്കാൻ അച്ഛന് കഴിഞ്ഞു. അങ്ങനെയായിരുന്നു നിങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന അനീജിൻ്റെ ജനനം. അതുപോലെ അന്ന് ജോമോൻ സ്കൂളിൽ വന്ന ദിവസം, ജോമോൻ പോയ ശേഷം സ്കൂളിൽ അരങ്ങേറിയ നാടകം സിസ്റ്റർക്കറിയാവുന്നതല്ലേ?